ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. وقال تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. إن الذين كفروا لو أن لهم ما في الأرض جميعا ومثله معه ليفتدوا به من عذاب يوم القيامة ما تقبل منهم ولهم عذاب أليم. يريدون أن يخرجوا من النار وما هم بخارجين منها ولهم عذاب مقيم. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന് ഭയന്ന് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മുത്തഖീങ്ങളായി ജീവിക്കുവാനും മുത്തഖീങ്ങളായ നിലയിൽ തന്നെ മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ ഇസ്ലാമിൻ്റെ മാത്രം സവിശേഷതയായ തൗഹീദിൻ്റെ ചില വശങ്ങളാണ് സൂചിപ്പിച്ചത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്
യഥാർത്ഥ ദൈവമായിട്ടുള്ളവനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏക ദൈവീകതയെ ഒരു തത്വമായി അംഗീകരിക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഏകദൈവത്വത്തെ ഒരു ആദർശമായി അംഗീകരിച്ചതോടൊപ്പം തത്വത്തിലും പ്രയോഗത്തിലും ഇസ്ലാം തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നു എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സവിശേഷത. ഇസ്ലാമിന്റെ തത്വവും തൗഹീദാണ്. അതിന്റെ പ്രയോഗത്തിലും അഥവാ അതിന്റെ കർമ്മങ്ങളും തൗഹീദിനെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇസ്ലാമിന്റെ ആരാധനാക്രമങ്ങൾ, അനുഷ്ഠാന മുറകൾ, അതിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ തന്നെ തൗഹീദിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ തൗഹീദിനെ ശക്തിപ്പെടുത്തുന്നവയാണ്. അതിനെ തെളിവായിക്കൊണ്ട് നമസ്കാരത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ അർത്ഥമാണ് കഴിഞ്ഞ ഖുതുബയിൽ കുറെ കൂടി വിശദീകരിച്ചത്. അഥവാ നമസ്കാരത്തിൽ നാം ചൊല്ലുന്ന തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഓരോ വാക്കുകളും ഓരോ പ്രാർത്ഥനകളും ഏകനായ അല്ലാഹുവിനെ കേന്ദ്രീകരിച്ചുള്ളവയാണ് എന്ന സന്ദേശം നൽകാനായിരുന്നു നമസ്കാരത്തിലെ വജ്ജഹത്ത് മുതലുള്ള പ്രാർത്ഥനകളുടെ അർത്ഥം ഞാൻ വിശദീകരിച്ചത്. ഞാൻ ശ്രദ്ധിച്ചു, ചിലരെങ്കിലും ഉറങ്ങുകയായിരുന്നു കഴിഞ്ഞ ഖുതുബയിൽ. ഒരുപക്ഷെ നമസ്കാരത്തിലെ പ്രാർത്ഥനകളുടെ അർത്ഥം നല്ല പോലെ തിരിഞ്ഞിട്ടുള്ളവരായതുകൊണ്ടാകാം ചിലരെങ്കിലും കഴിഞ്ഞ ഖുതുബയിൽ അങ്ങനെ ഉറങ്ങിപ്പോയത് എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. മറ്റൊരു സുഹൃത്ത് പറഞ്ഞത്, ഫൈസൽ സാഹിബിന്റെ കഴിഞ്ഞ ഖുതുബയിൽ ഡയലോഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സുഖമുണ്ടായിരുന്നില്ല. ഈ ഖുതുബയുടെ സുഖം ഏതിലാണ് എന്ന് ഞങ്ങൾ പാവപ്പെട്ട ഖത്തീബുമാർക്ക് ഇനിയും തിരിഞ്ഞിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഇസ്ലാമിന്റെ ആശയങ്ങൾ, ഇസ്ലാം അതിന്റെ ആരാധനാക്രമത്തിലൂടെ മുസ്ലിം ഉമ്മത്തിന് നൽകുന്ന സന്ദേശങ്ങൾ, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടവയാണ്. അതിന്റെ ആത്മാവറിഞ്ഞ് നാം അത് ശീലിച്ചാൽ മാത്രമേ തൗഹീദ് യഥാർത്ഥത്തിൽ പൂർണ്ണമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, ഇസ്ലാമിന്റെ ആരാധനാലയങ്ങളും ഇസ്ലാമിന്റെ പള്ളികളും തൗഹീദിന്റെ ശക്തമായ ചിഹ്നങ്ങളാണ്, അടയാളങ്ങളാണ്, ഏകദൈവ ആരാധനയുടെ കേന്ദ്രങ്ങളാണ്. ലോകത്ത് ഇതര ജനവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന്റെ ആരാധനാലയങ്ങളെ വേർതിരിക്കുന്നത് അത് തൗഹീദിന്റെ കേന്ദ്രങ്ങളാണ് എന്നതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇത് ഖുർആൻ അടിസ്ഥാനപരമായി പറഞ്ഞ ഒരു കാര്യമാണ്. ഇതര വിഭാഗങ്ങളുടെ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ ഒന്ന് പരിശോധിച്ചു നോക്കൂ. അവിടെയെല്ലാം ആരാധിക്കപ്പെടുന്ന ആരാധ്യർ വ്യത്യസ്തരാണ്. ശബരിമലയിൽ പൂജിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന ദൈവമല്ല, അല്ലെങ്കിൽ വിഗ്രഹമല്ല, പ്രതിഷ്ഠയല്ല ഇങ്ങ് കൊടുങ്ങല്ലൂരിലേക്ക് വരുമ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. അവിടുത്തെ മൂർത്തി വേറെയാണ്. അവിടെ നിന്നും ഒരു കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഗുരുവായൂരിലെത്തിയാൽ അവിടുത്തെ ആരാധ്യൻ വേറെയാണ്. ഇങ്ങനെ ഓരോ കേന്ദ്രങ്ങളിലും ആരാധിക്കപ്പെടുന്നത് വ്യത്യസ്ത ആളുകളോ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രതിഷ്ഠകളോ ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഒക്കെയാണ്. അതേസമയം ലോകത്ത് ഏത് കോണിലുമാകട്ടെ ഇസ്ലാമിന്റെ പള്ളിയിൽ ചെന്ന് നോക്കുക, ഒരൊറ്റ ശ്രദ്ധാവിനെയല്ലാതെ, ഏകനായ അല്ലാഹുവിനെയല്ലാതെ ആ പള്ളിയിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ലോകത്ത് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ പള്ളി, അവിടെ ചൊല്ലപ്പെടുന്ന പ്രാർത്ഥനകൾ ഒരു വ്യത്യാസവും ഇല്ല.
അവരെല്ലാം ഏകനായ ഒരേയൊരു ദൈവത്തെ മുൻനിർത്തി അവർ ആരാധിക്കുന്നു, വണങ്ങുന്നു, സുജൂദ് ചെയ്യുന്നു. ആ ദൈവത്തെ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രാർത്ഥനകൾ മുഴുവൻ. ഇത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സവിശേഷത. തൗഹീദിന്റെ കേന്ദ്രങ്ങളാണ് അതിന്റെ പള്ളികൾ ആയിരിക്കണം. കുറെ കൂടി മുസ്ലിം സമൂഹത്തിനോട് അടുത്തു നിൽക്കുന്ന അഹ്ലുൽ കിതാബ് എന്ന് പറയുന്ന ക്രൈസ്തവ സമൂഹം, അവരുടെ ആരാധനാലയങ്ങളും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആരാധനാ കേന്ദ്രങ്ങളാണ്. ഗബ്രിയേൽ മാലാഖ അഥവാ ജിബ്രീലിന്റെയും കന്യാമറിയത്തിന്റെയും യേശുവിന്റെയും പ്രതിഷ്ഠകൾ സ്ഥാപിച്ചതിലൂടെ തന്നെ ഏകദൈവികതയുടെ ചിഹ്നങ്ങളായി അവയെ നമുക്ക് ആ ആരാധനാ കേന്ദ്രങ്ങളെ പറയാൻ സാധ്യമല്ലാത്ത വിധം ബഹുദൈവത്വത്തിന്റെ ചിഹ്നങ്ങളായി ചർച്ചുകൾ മാറിയിരിക്കുന്നു. പല ചർച്ചുകളും പള്ളികളും ഓരോരോ വിശുദ്ധന്മാരുടെ പേരിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ഓരോ വിശുദ്ധന്മാരുടെ പേരിൽ അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരാധനാക്രമങ്ങളും പ്രാർത്ഥനകളും നടക്കുന്നത്. ഇത് പറയുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ പള്ളികളെ സംബന്ധിച്ചും ചിലർക്ക് സംശയമുണ്ട്. ചില ക്രൈസ്തവ സഹോദരങ്ങളും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പള്ളികളും വിശുദ്ധന്മാരുടെ പേരിൽ അറിയപ്പെടാറുണ്ടല്ലോ, ബിലാൽ മസ്ജിദ് അഥവാ ബിലാൽ എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു സഹാബിയുടെ പേരിലാണല്ലോ നിങ്ങളുടെയും പള്ളി. ഉമറുൽ ഫാറൂഖ് പള്ളി, ദോഹയിലെ യൂസുഫുൽ കർലാവി ഖുത്ബ നടത്തുന്ന പള്ളിയുടെ പേര് മസ്ജിദ് ഉമർ ഫാറൂഖ് എന്നാണ്. ആ പള്ളിയിൽ നിന്നുകൊണ്ടാണ് ലോക മുസ്ലിങ്ങളെ ചലിപ്പിക്കുന്ന ഖുത്ബ അദ്ദേഹം നിർവഹിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫത്വയുണ്ട്. ഇന്ന് ജുമാനന്തരം ഈജിപ്തിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൽ മുഴുവൻ മുസ്ലിങ്ങളും പങ്കെടുക്കണം, അത് ദീനി ബാധ്യതയാണ് എന്ന് അദ്ദേഹത്തിന് ഒരു ഫത്വയുണ്ട്. ഇന്നത്തെ ജുമാ ലോക മുസ്ലിങ്ങൾ ഉറ്റുനോക്കുകയാണ് ഈജിപ്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ. അതല്ല വിഷയം. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ പേരിൽ, ബിലാൽ റളിയല്ലാഹു, വ്യത്യസ്ത സഹാബികളുടെ പേരിലൊക്കെ മുസ്ലിം ലോകത്ത് പള്ളികളുണ്ട്. അപ്പൊ ഈ പേരുകളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളും വിശുദ്ധന്മാരുടെ പേരിലല്ലേ പള്ളികൾ? അല്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേരുകൾ എന്ന് പറയുന്നത് കേവലം ചില ചിഹ്നങ്ങളും അടയാളങ്ങളും മാത്രമാണ്. നാം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത പേരിടുന്നു തിരിച്ചറിയാൻ വേണ്ടി. ഒരേ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു പ്രവിശ്യയിൽ തന്നെ വ്യത്യസ്ത പള്ളികൾ ഉണ്ടാകുമ്പോൾ ആ പള്ളികളെ തിരിച്ചറിയുവാനുള്ള ഒരു മാനദണ്ഡം എന്നതിനപ്പുറം അത് റസൂൽ അനുവദിച്ചതുകൊണ്ടും വ്യക്തികളുടെ പേരിൽ പള്ളികൾക്ക് പേരിടാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചതുകൊണ്ട് മാത്രം മുസ്ലിം സമൂഹം ഒരു അടയാളം എന്ന നിലക്കല്ലാതെ ഈ പള്ളികൾക്ക് ഇത്തരം പേരുകൾ സ്വീകരിക്കുന്നില്ല. അടയാളങ്ങൾ മാത്രമാണ് പേരുകൾ. ചരിത്രത്തിലെ ബിലാൽ എന്ന് പറയുന്ന സഹാബിയുടെ പേരിൽ പള്ളിയുണ്ട്, മസ്ജിദ് ബിലാൽ, ഒരുപാട് പള്ളികൾ. പക്ഷെ ആ പള്ളിയിൽ ഒരിക്കലും വിശുദ്ധനായ ബിലാലെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ആ പള്ളിയിൽ ആരും പ്രാർത്ഥിക്കുന്നില്ല. പക്ഷെ മറുവശത്ത് അതല്ല, വിശുദ്ധ അന്തോണീസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നായിരിക്കും അദ്ദേഹത്തിന്റെ പേരിലെ ചർച്ചിൽ നടക്കുന്ന പ്രാർത്ഥന. വിശുദ്ധ അന്തോണീസെ, വിശുദ്ധ ഔസേഫെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന തവസ്സുൽ മുസ്ലിം ലോകത്തിന്റെ ഒരു പള്ളിയിലും നടക്കുന്നില്ല. മഹാനായ ഉമറുൽ ഖത്താബെ ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കണേ എന്ന് അദ്ദേഹത്തിന്റെ പേരിലുള്ള പള്ളിയിൽ മുസ്ലിങ്ങൾ ദുആ ചെയ്യാറില്ല. അടയാളങ്ങൾ മാത്രമാണ്, തിരിച്ചറിയുവാനുള്ള ചില ചിഹ്നങ്ങൾ എന്നതിനപ്പുറം ഈ പേരുകൾക്ക് മുസ്ലിം സമൂഹം അതിനപ്പുറം ഒരു പ്രസക്തി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മുസ്ലിം സമൂഹത്തിന്റെ പള്ളികൾ എന്ന് പറയുന്നത്, ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതും അതിന്റെ ആരാധനാക്രമങ്ങളെ പോലെ തന്നെ തൗഹീദിന്റെ ശക്തമായ ചിഹ്നങ്ങളാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുവിൻ്റെതാണ്, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. നിങ്ങൾ അല്ലാഹുവിനോടല്ലാതെ വേറെ ആരോടും നിങ്ങൾ സഹായം, അഭൗതികമായ സഹായം നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല അല്ലാഹുവിനോടല്ലാതെ. ഇസ്ലാം കണിശമായി ഈ ഉമ്മത്തിനോട് പഠിപ്പിക്കുന്ന ഒരു പാഠമാണിത്, തൗഹീദിന്റെ പാഠം. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം, പ്രാർത്ഥന മാത്രം അല്ലാഹുവിനോട് എന്നൊരു കാഴ്ചപ്പാടുമുണ്ട്. അത് തൗഹീദിന്റെ മറ്റൊരു വശമാണ്. പ്രാർത്ഥനക്കപ്പുറത്തും തൗഹീദ്, മറ്റു ഖുതുബകളിൽ അത് സൂചിപ്പിക്കും.
പക്ഷെ ഇസ്ലാം ഇബാദത്തിന്റെ മുഖ് എന്ന് പറയുന്ന പ്രാർത്ഥന, അദ്ദുആഉ മുഖുൽ ഇബാദ, ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു തമ്പുരാനെ എന്ന് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഒരു മുസ്ലിം ദിവസത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും അഭൗതികമായ സഹായം തേടാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധമായ ആ ഗ്രന്ഥത്തിൽ തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആനി ഫൽയസ്തജീബു ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നബിയേ, വൈദാ സഅലക നിന്നോട് ചോദിച്ചാൽ, ഇബാദി എന്റെ അടിമകൾ, അന്നി എന്നെക്കുറിച്ച് എന്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയണം, ഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്, ഞാൻ അവരുടെ അരികിൽ തന്നെയുണ്ട്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദആൻ, അവരിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും. എന്നെ വിളിക്കുന്നവന്റെ വിളി ഞാൻ കേൾക്കും, ഞാൻ അവർക്ക് മറുപടി കൊടുക്കും. അവർ എന്നെ വിളിച്ചോട്ടെ, ഞാൻ അവർക്ക് മറുപടി കൊടുക്കാം. പക്ഷേ ഫൽയുഅ്മിനൂ ബി ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി, എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവന്റെ ദുആ, ആ പ്രാർത്ഥന ഞാൻ കേൾക്കും, ഞാൻ അതിന് മറുപടി കൊടുക്കും. പക്ഷെ ഒരു ഉപാധിയുണ്ട്, അവരാദ്യം എന്റെ വിളിക്ക് ഉത്തരം നൽകട്ടെ. ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി, എന്നിൽ വിശ്വാസമർപ്പിച്ച് എന്നോട് ഉള്ള ബാധ്യത അവർ തീർക്കട്ടെ. എന്റെ വിളിക്ക് അവർ ഉത്തരം നൽകിയാൽ അവരുടെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് എന്റെ അടിമകളോട് പറയുക. ഞാൻ അവരുടെ കൂടെ തന്നെയുണ്ട്, അരികിൽ തന്നെയുണ്ട്. പ്രാർത്ഥനയെ സംബന്ധിച്ച വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശക്തമായ ഒരു വചനമാണിത്. എന്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നബിയെ നീ പറയണം, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്, അവരിൽ വിളിക്കുന്നവന്റെ വിളി ഞാൻ കേട്ട് ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കും എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞപ്പോൾ ഒരൊറ്റ ഉപാധിയല്ലാതെ വേറൊരു ഉപാധി പടച്ചവൻ ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് വേറൊരു ഉപാധി കാണിച്ചില്ല. എന്താണ് ആ ഉപാധി? എന്റെ അടിമകൾ എന്നെ വിളിച്ചാൽ അവരുടെ പ്രാർത്ഥന ഞാൻ പരിഗണിക്കാം. ഏത് ഉപാധിയോടുകൂടി? ഫൽയസ്തജീബൂ ലി, എന്റെ വിളിക്ക് അവരാദ്യം ഉത്തരം നൽകട്ടെ, എനിക്ക് അവരാദ്യം മറുപടി നൽകട്ടെ. അത് മാത്രമാണ് ഖുർആൻ വെച്ചിട്ടുള്ള ഉപാധി. അതിനപ്പുറം വേറൊരു ഉപാധി, നിങ്ങൾ ഇന്ന മഹാന്മാരിലൂടെ എന്നോട് സമീപിക്കൂ, ഇന്ന ആളുകളെ ഇടനിലക്കാരാക്കിക്കൊണ്ട് അവരുടെ തവസ്സുലിലൂടെ നിങ്ങൾ നേരിട്ട് എന്നോട് ദുആ ചെയ്യാതെ പ്രാർത്ഥിക്കാതെ ഇന്ന മഹാന്മാരിലൂടെ നിങ്ങൾ എന്നെ സമീപിക്കൂ. ഒരു ഉപാധിയും അങ്ങനെ അല്ലാഹു തആല വച്ചില്ല. ഞാൻ വിളിക്കുന്നവന്റെ വിളി കേൾക്കും, അവരെന്റെ വിളിക്ക് ഉത്തരം നൽകിയാൽ എന്ന ഒരൊറ്റ ഉപാധി മാത്രമേ പടച്ചവൻ പറഞ്ഞുള്ളൂ. ജീവിതം കൊണ്ട് എന്റെ വിളിക്ക് അവർ മറുപടി നൽകട്ടെ. ഞാൻ അവരെ കുറെ വിളിക്കുന്നുണ്ട്, ഞാൻ അവരോട് കുറെ ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട്. എന്റെ ആഹ്വാനത്തിന് എന്റെ വിളിക്ക് അവർ ഉത്തരം നൽകട്ടെ, ഞാൻ അവരുടെ വിളിക്ക് ഉത്തരം നൽകാം എന്ന ജീവിത കർമ്മം എന്ന ഉപാധിയല്ലാതെ മറ്റൊരു ഉപാധി പടച്ചതമ്പുരാൻ ഖുർആനിൽ സമർപ്പിച്ചിട്ടില്ല. അള്ളാഹുവും അവന്റെ അടിമയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതായ ഒരു ഖുദ്സിയായ ഹദീസാണ്. എന്താണ്? വഇൻ തഖറബ അബ്ദി ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ, എന്റെ അടിമ എന്നോടൊരു ചാൺ എടുത്താൽ, ഒരു ചാൺ എന്റെ അടിമ എന്നിലേക്ക് വന്നാൽ തഖറബ്തു ഇലൈഹി ദിറാഅൻ, ഞാൻ എന്റെ അടിമയോട് ഒരു മുഴമെടുക്കും. വഇൻ തഖറബ അബ്ദി ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅൻ, എന്റെ അടിമ ഒരു മുഴം എന്നോടടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു വാര അടുക്കും, ഒരു അടി ഞാൻ അവനിലേക്ക് അടുക്കും. വഇൻ തഖറബ അബ്ദി ഇലയ്യ മാഷിയൻ, എന്റെ അടിമ എന്നിലേക്ക് നടന്നുകൊണ്ടാണ് വരുന്നതെങ്കിൽ, എന്നിലേക്ക് എന്റെ അടിമ നടന്നു വന്നാൽ തഖറബ്തു ഇലൈഹി ഹർവലത്തൻ, ഞാൻ എന്റെ അടിമയിലേക്ക് ഓടിച്ചെല്ലും. ഒരു ചാൺ എന്നോടടുത്താൽ ഒരു മുഴം ഞാൻ അവനോടടുക്കും. ഒരു മുഴം എന്നോട് എന്റെ അടിമ വന്നാൽ, എന്നിലേക്ക് വന്നാൽ ഒരു വാര ഞാൻ അവനിലേക്ക് ചെല്ലും. എന്റെ അടിമ നടന്നാണ് എന്നിലേക്ക് വരുന്നതെങ്കിൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമെന്ന് പറയുന്ന തമ്പുരാൻ.
അപ്പൊ അള്ളാഹു നമ്മിലേക്ക് വരിക എന്നതിന് ആ ഹദീസും ഒറ്റ ഉപാധിയെ പഠിപ്പിച്ചുള്ളൂ, നാം പടച്ചോനിലേക്ക് ഒന്ന് അടുക്കുക. നിങ്ങൾ എത്രമാത്രം അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നുവോ അതേ അളവിൽ അതിനേക്കാൾ കൂടുതലായി അള്ളാഹു നിങ്ങളിലേക്ക് അടുക്കും എന്നാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം. നമുക്കെങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക? നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ സഹായ തേട്ടങ്ങൾ ഇത് പടച്ചവനിലേക്ക് അടുപ്പിക്കുവാനും പടച്ചവൻ അത് സ്വീകരിക്കുവാനും നമുക്കുള്ള വഴി എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കുവാനും നമ്മുടെ പ്രാർത്ഥനകളെ അടുപ്പിക്കുവാനുള്ള മാർഗം ഏതാണ്? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികൾ, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അവനിലേക്ക് വസീല സ്വീകരിച്ചു കൊള്ളുക, നിങ്ങൾ അവനിലേക്ക് തവസ്സുൽ ചെയ്തു കൊള്ളുക. തവസ്സുൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയുണ്ട്. തവസ്സുൽ തെറ്റാണോ ശരിയാണോ? ഇസ്ലാം അനുവദിച്ച തവസ്സുലുണ്ട്, ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച തവസ്സുലുണ്ട്, ഇസ്ലാം പഠിപ്പിക്കാത്ത തവസ്സുലുമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ സമുദായത്തിൽ ഇപ്പോൾ കൂടുതലും നടക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കാത്ത തവസ്സുലാണ്. തവസ്സുൽ ഉണ്ടോ? ഉണ്ട്. തവസ്സുൽ എന്ന് പറയുന്ന സന്ദേശം ഖുർആൻ പഠിപ്പിച്ച സന്ദേശമാണ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞത് വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല സ്വീകരിച്ചു കൊള്ളുക. എന്താണ് വസീല എന്ന് പറഞ്ഞാൽ? സാമീപ്യ മാർഗം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അഥവാ അള്ളാഹുവിനും മനുഷ്യനും ഇടയിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി മനുഷ്യൻ അവലംബിക്കുന്ന ഒരു ഇട. നേർക്കുനേരെ അള്ളാഹുവിലേക്ക് ചെല്ലാതെ തന്റെ പ്രാർത്ഥനകളെ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ വേണ്ടി മനുഷ്യൻ അവലംബിക്കുന്ന ഇടമാർഗം, ഇതാണ് വസീല എന്ന് പറയുന്നത്. ആ മാർഗം അവലംബിക്കുന്ന രീതിക്കാണ് തവസ്സുൽ എന്ന് പറയുന്നത്. നമ്മുടെ സമുദായത്തിൽ ചർച്ചയുണ്ട് തവസ്സുലുമായി ബന്ധപ്പെട്ട്. അപ്പൊ തവസ്സുൽ എന്ന് പറയുന്ന ആശയം ഇസ്ലാമിൽ ഉണ്ടോ, ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും. സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അള്ളാഹുവിലേക്ക് വസീല സ്വീകരിക്കണം എന്നാണ്. എന്താണ് ഖുർആനിൽ ഈ 5-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ വസീല എന്ന് പറയുന്നത്? മഹാന്മാരായ മുഫസ്സിറുകൾ, ഇബ്നു കസീർ അടക്കമുള്ള, ഇബ്നു അബ്ബാസിനെ പോലെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ഏറ്റവും പ്രമുഖരായ സഹാബികൾ അടക്കമുള്ള ആളുകൾ, അവർ ഈ ആയത്തിലെ വസീല എന്ന വാക്കിന് കൊടുത്ത വിശദീകരണമുണ്ട്. എന്താണ്? തഖറബു ഇലൈഹി ബിത്വാഅതിഹി വൽ അമലി ബിമാ യർലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് സമീപമാർഗം സ്വീകരിക്കൂ എന്ന് പറഞ്ഞതിലെ വസീല എന്ന് പറയുന്നത് അഥവാ തഖറബു ഇലൈഹി, അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കൂ, ബിത്വാഅതിഹി, അവനോടുള്ള അനുസരണം കൊണ്ടും, വൽ അമലി ബിമാ യർലാ, അവൻ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ കൊണ്ടും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വന്തം കർമ്മങ്ങൾ കൊണ്ടും അള്ളാഹുവിനോടുള്ള അനുസരണം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കൂ. നിങ്ങൾ പടച്ചവനെ മുൻനിർത്തി ചെയ്ത സൽക്കർമ്മം, പടച്ചവനെ മുൻനിർത്തി നിങ്ങൾ നടത്തിയ അനുസരണം, ഈ അനുസരണത്തെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇടയിൽ നിങ്ങൾ വെച്ചുകൊള്ളുക. അനുസരണം കൊണ്ടും തൃപ്തിപ്പെട്ട അമലുകൾ കൊണ്ടും നിങ്ങൾ വസീല സ്വീകരിച്ചു കൊള്ളുക. ഇതാണ് മുഫസ്സിറുകൾ അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം. സ്വന്തം കർമ്മങ്ങളാണ്. സ്വന്തം കർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് പടച്ചവനെ ഇന്ന കാര്യം നീ എനിക്ക് ചെയ്തു തരണമേ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ എന്ന് പറയുന്ന ഒരു തവസ്സുലുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു തവസ്സുലാണ്. സ്വന്തം കർമ്മങ്ങളെ തന്നെ തവസ്സുലാക്കുക. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസും പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ സഹാബികൾക്ക് ഒരു സംഭവം പറഞ്ഞു കൊടുത്തു. ഖറജ സലാസത്തു റഹ്തിൻ ഇലാ സഫർ, അഥവാ യാത്ര പുറപ്പെട്ട 3 ആളുകൾ. 3 ആളുകൾ ഒരു യാത്ര പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ അവർ ക്ഷീണമകറ്റാൻ വേണ്ടി ഫഅവൗ ഇലൽ ഗാർ, ഒരു വലിയ ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു.
ഉറങ്ങാനും വിശ്രമത്തിനും വേണ്ടി അവർ ഒരു ഗുഹ തെരഞ്ഞെടുത്തു. അതിൽ അവർ അല്പം വിശ്രമിക്കുകയും അവർ അതിൽ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ 3 ഗുഹാവാസികളുടെ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവര് 3 പേര് നല്ലപോലെ ഉറങ്ങി. പക്ഷെ ഉറക്കത്തിനിടയിൽ അവർ കയറി ഉറങ്ങിപ്പോയ ആ ഗുഹയുടെ വാതിൽ ഒരു പാറ വന്ന് അടഞ്ഞുപോയി. ഉല്ലിക്ക ബാബുൽ ഗാർ, ആ ഗുഹയുടെ കവാടം ഒരു പാറ വന്ന് അടഞ്ഞു. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗുഹാമുഖത്ത് വന്നപ്പോൾ അവർ കണ്ടത് തങ്ങൾ കയറിയിരിക്കുന്ന ആ ഗുഹ അടഞ്ഞുപോയിരിക്കുന്നു എന്നുള്ളതാണ്. അവർ 3 പേരും കൂടി ആ പാറ തള്ളി നീക്കാൻ ശ്രമിച്ചു. പക്ഷെ പാറ അവിടുന്ന് അനങ്ങുന്നില്ല. എല്ലാ ശ്രമവും നടത്തിയിട്ടും പാറ അനങ്ങാതെ വന്നപ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, പടച്ചവനോട് പ്രാർത്ഥിക്കുകയല്ലാതെ നമുക്ക് ഇവിടെ നിന്നൊരു രക്ഷയുടെ മാർഗമില്ല. നാം നമ്മുടെ പൂർവ്വകാലത്ത് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നതവസ്സലു ബി അഅ്മാലിന, നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തിട്ടുള്ള സ്വാലിഹായ അമല് മുഖേന നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നാഥൻ ഈ ഗുഹാമുഖത്ത് നിന്ന്, ഈ ഗുഹയിൽ നിന്ന് നമ്മെ രക്ഷിക്കും. അങ്ങനെ അവർ 3 പേരും അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടുള്ള 3 സൽക്കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്നാമൻ പ്രാർത്ഥിച്ചു, പടച്ചവനെ, എന്റെ അകന്ന ബന്ധത്തിൽ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. വക്കാനത്ത് ജമീല, അവൾ വളരെ സുന്ദരിയായിരുന്നു. എനിക്ക് അവളോട് മോഹം തോന്നി. പക്ഷേ അവൾ എനിക്ക് വഴങ്ങിയില്ല. അങ്ങനെയിരിക്കെ അവൾക്ക് സാമ്പത്തികമായ ഞെരുക്കം അനുഭവപ്പെട്ട ഒരു വേളയിൽ അവൾ എന്നോട് സാമ്പത്തിക സഹായം ചോദിക്കാൻ സമീപിച്ചു. ഞാൻ അവൾക്ക് സാമ്പത്തിക വാഗ്ദാനം കൊടുത്തു. ഞാൻ അവളെ സഹായിക്കാമെന്നേറ്റു. പക്ഷെ ഞാൻ ഉപാധി വച്ചു, അവൾ എനിക്ക് വഴങ്ങണം. അങ്ങനെ എന്റെ സമ്മർദ്ദത്താൽ അവൾ എനിക്ക് വഴങ്ങുകയും ഞാനും അവളും തനിച്ചായ ആ സന്ദർഭത്തിൽ അവളെ ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത്തക്കില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ, നീ പടച്ചവനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞപ്പോൾ, പടച്ചവനെ, അതുവരെയും ഞാൻ വിസ്മൃതിയിലായിരുന്നു നിന്നെക്കുറിച്ച്. പക്ഷെ ആ വാക്ക് കേട്ടപ്പോൾ നിന്നെക്കുറിച്ചുള്ള ഭയത്താൽ, നിന്നെക്കുറിച്ചുള്ള ഓർമ്മയാൽ എന്നെ ആരോ പിടിച്ചു വലിക്കുന്നത് പോലെ ഞാൻ ഞെട്ടിമാറി. ഞാൻ അവളിൽ നിന്ന് വേർപിരിയുകയും ഞാൻ അവളെ ഉപേക്ഷിക്കുകയും അവൾക്ക് എന്റെ സഹായം വാഗ്ദാനം ചെയ്തത് കൊടുക്കുകയും ഞാൻ അവളെ പറഞ്ഞുവിടുകയും ചെയ്തു. പടച്ചതമ്പുരാനെ, നിന്നോടുള്ള പേടി കൊണ്ട് മാത്രമാണ് ഞാൻ വ്യഭിചരിക്കാതെ പോയത്. നിന്നോടുള്ള ഭയമില്ലായിരുന്നുവെങ്കിൽ ഞാൻ വ്യഭിചരിച്ചു പോകുമായിരുന്നു. അല്ലാഹുവേ, ഞാൻ ചെയ്തത് ഒരു സൽക്കർമ്മമാണെങ്കിൽ നിന്നോടുള്ള പേടി കൊണ്ട് ഒരു തെറ്റിൽ നിന്ന് ഞാൻ മാറി നിന്നു, ഞാൻ വിട്ടുനിന്നു. പടച്ചവനെ, ഞാൻ ചെയ്തത് ഒരു സ്വാലിഹായ അമലാണെങ്കിൽ ഞങ്ങൾ അകപ്പെട്ട ഈ വിപത്തിൽ നിന്ന് ഇനി ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഒന്നാമൻ പ്രാർത്ഥിച്ചപ്പോ ആ പാറ അല്പം അവിടെ നിന്ന് നീങ്ങി. രണ്ടാമൻ പ്രാർത്ഥിച്ചു, പടച്ചവനെ, എന്റെ കുറെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ആ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഒരു തൊഴിലാളി, ഞാൻ ഒരു ദിവസം അവന് കൂലി കൊടുക്കാൻ അന്വേഷിക്കുമ്പോൾ അവനെ കാണുന്നില്ല. അവൻ കൂലി വാങ്ങാതെ പോയി കളഞ്ഞു. ഞാൻ ദിവസങ്ങൾ കാത്തു, പക്ഷെ അവൻ കൂലിക്ക് വന്നില്ല. അങ്ങനെ വരാതായപ്പോൾ അവന്റെ കൂലി ഉപയോഗിച്ചുകൊണ്ട് ഇഷ്തറൈതു ബിഹി ഷാത്തൻ, ഞാൻ അവന് വേണ്ടി ആ കൂലി കൊണ്ട് ഒരു ആടിനെ വാങ്ങി. എന്നിട്ട് ആ ആടിനെ ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നു. അത് ഒരുപാട് ആടുകളായി പെരുകി. കുറെ കാലം കഴിഞ്ഞപ്പോ എന്റെ ആ തൊഴിലാളി എന്നെ സമീപിച്ചുകൊണ്ട് എന്റെ അന്നത്തെ കൂലി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഈ കാണുന്ന കരമുകൾ, ഈ കാണുന്ന ആടുകളൊക്കെ നിന്റെ അന്നത്തെ കൂലിയാണ്, നീ ഇത് എത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, എന്നെ പരിഹസിക്കല്ലേ, എന്റെ കൂലി എന്റെ അവകാശമാണ്, എനിക്കത് തരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അതെ, ഈ കാണുന്ന ആറ്റിൻപറ്റങ്ങളൊക്കെ നിന്റെ കൂലിയാണ്. നിന്റെ അന്നത്തെ കൂലി കൊണ്ട് ഞാൻ വാങ്ങിച്ച ആടാണ് ഈ വളർന്ന് വലുതായി നിൽക്കുന്നത്, വികസിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണത്തെ പോലും എടുക്കാതെ ആ ആട്ടിൻപറ്റങ്ങളെ മുഴുവൻ ഞാൻ അവന് കൊടുത്തു. പടച്ചവനെ, എന്റെ തൊഴിലാളിയോട് ഞാൻ ആ കാണിച്ചത് ഒരു സേവനമാണെങ്കിൽ, സൽക്കർമ്മമാണെങ്കിൽ, അമല സ്വാലിഹാണെങ്കിൽ
ഞങ്ങൾ അകപ്പെട്ട ഈ വിപത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് രണ്ടാമൻ പ്രാർത്ഥിച്ചപ്പോൾ പാറ പിന്നെയും അവിടെ നിന്ന് നീങ്ങി. മൂന്നാമൻ പ്രാർത്ഥിച്ചു, പടച്ചവനെ വഖാനലി അബവാനി ശൈഖാനി, എനിക്ക് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, ഞാൻ എൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ സ്നേഹിച്ചിരുന്നു, എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങാതെ ഞാൻ ഉറങ്ങിയിരുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ ഭക്ഷണം കഴിക്കാതെ ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഒരു ദിവസം ഞാൻ ഒട്ടകത്തിന് പുല്ല് പറിക്കാൻ പോയി അല്പം വൈകി ആണ് വീട്ടിലെത്തിയത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഒട്ടകത്തെ കറന്ന് പാല് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയിരുന്നു. കറന്നെടുത്ത പാലുമായി എൻ്റെ മാതാപിതാക്കളുടെ അരികിൽ ഞാൻ അവർ ഉണർവോളം കാത്തിരുന്നു. അവനുണർന്ന് ഇത് കുടിക്കാതെ എനിക്ക് ആഹാരം കഴിക്കാൻ തോന്നാറില്ല. ആ രൂപത്തിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ സേവിച്ചു, ഞാൻ അവരെ പരിചരിച്ചു, ഞാൻ അവർക്ക് സേവനം ചെയ്തു. പടച്ചവനെ, നീ പറഞ്ഞതുകൊണ്ടാണ്, നിന്റെ കൽപ്പനയാണ് എന്നെ അതിനെ പ്രേരിപ്പിച്ചത്. എൻ്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്ത ആ സേവനം, ആ കാരുണ്യം പടച്ചവനെ നീ സ്വീകരിച്ചതാണെങ്കിൽ, അതൊരു അമലസ്വാലിയാണെങ്കിൽ ഈ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് മൂന്നാമൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പാറ പൂർണ്ണമായും നീങ്ങുകയും 3 പേരും ഗുഹയിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസുണ്ട്. 3 ഗുഹാവാസികളുടെ യാത്രയെ പറ്റിയുള്ള. എന്താണ് ഈ ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുകൊണ്ട് അതിലൂടെ തരുന്ന സന്ദേശം? നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുവാനുള്ള വസീല എന്ന് പറയുന്നത്, ഇടമാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന സൽക്കർമ്മങ്ങളാണ്. നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങളെ മുൻനിർത്തി, പടച്ചവനെ ഞാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നീ എന്നെ സഹായിക്കണേ എന്ന് നാഥനോട് പ്രാർത്ഥിക്കുന്ന തവസ്സുൽ, അത് ഖുർആൻ പഠിപ്പിച്ച തവസ്സുലാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തവസ്സുലാണ്. അതിനപ്പുറം ഒരു തവസ്സുൽ ഇസ്ലാമിലില്ല. സ്വന്തം കർമ്മങ്ങളെ തന്നെ തവസ്സുലാക്കുന്ന രീതിയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ഹദീസും സുന്നത്തും പഠിപ്പിച്ചിട്ടുള്ള തവസ്സുൽ. അതാണ് പ്രവാചകത്വ മതം. പക്ഷേ പ്രവാചകത്വ മതത്തിന്റെ സ്ഥാനത്ത് പൗരോഹിത്യ മതം ആധിപത്യം ചെലുത്തുകയും അങ്ങനെ പൗരോഹിത്യം പിടിമുറുക്കിയ ഒരു ഘട്ടത്തിൽ പൗരോഹിത്യം ഈ സമൂഹത്തെ പുതിയൊരു സിദ്ധാന്തം പഠിപ്പിച്ചു. അത് ഏത് സമൂഹത്തിലും തെറ്റായ ഒരു സന്ദേശത്തെ അവർ സമൂഹത്തിന് കൈമാറുകയായിരുന്നു. എന്ത്? അഥവാ സാധാരണക്കാരായ ആളുകൾ അവർ ജീവിതത്തിൽ തെറ്റ് സംഭവിക്കുന്നവരും പിഴവുകൾ ചെയ്യുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട്, ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. മഹാന്മാരിലൂടെ, മഹാന്മാരുടെ ബർക്കത്ത്, അവരുടെ ജാഹ്, അവരുടെ ഹക്ക്, അവരുടെ അനുഗ്രഹങ്ങളിലൂടെ, അവരുടെ ബർക്കത്തിലൂടെ, അവർ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മഹാന്മാരിലൂടെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തവസ്സുലിനെ മഹാന്മാരുമായി ബന്ധിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പാവപ്പെട്ട ആളുകൾ തങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്ന മനസ്സോടും ആഗ്രഹത്തോടും കൂടി മക്ബറകളിലേക്ക് ഒഴുകാൻ തുടങ്ങി. മഹാന്മാരുടെ മക്ബറകളെ സമീപിച്ചുകൊണ്ട് ആ മഹാനെ മുൻനിർത്തിക്കൊണ്ട് അവർ പടച്ചവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനെയാണ് ഈ തവസ്സുൽ എന്ന് പറയുന്നത്. ഈ തവസ്സുല് ശിർക്കാണോ അല്ലയോ എന്നൊരു ചർച്ചയുണ്ട്. തവസ്സുല് ശിർക്കല്ല, തവസ്സുൽ ഒരിക്കലും ശിർക്കാകുന്നില്ല. ശിർക്ക് ആകുന്നത് ഇസ്തിഗാസയാണ്. അഥവാ മഹാനോട് നേരിട്ട്, മഹാനെ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഇസ്തിഗാസ ശിർക്കാണ്. പക്ഷെ തവസ്സുല് ശിർക്കല്ല, അതേസമയം ശിർക്കിലേക്ക് നയിക്കുന്ന ഇസ്ലാം പഠിപ്പിക്കാത്തൊരു അബദ്ധമാണ്. അതാണ് തവസ്സുലിനെ സംബന്ധിച്ച വിധി. തെറ്റിദ്ധരിക്കരുത്. ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുകയാണ്. തവസ്സുൽ എന്ന് പറയുന്നത്, പടച്ചവനെ ഇന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ, അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന മഹാന്റെ ബർക്കത്ത് കൊണ്ട്, ഇന്ന മഹാന്റെ ജാഹു കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ, നീ എന്റെ ആവശ്യം പൂർത്തീകരിച്ച് തരണേ എന്ന് ഒരു മഹാന്റെ ബർക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് തവസ്സുൽ. പ്രാർത്ഥന അള്ളാഹുവിനോട് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മുഫസ്സിറുകളും ഫുഖഹാക്കളും തവസ്സുലിനെ സംബന്ധിച്ച് പറയുന്നത് ശിർക്കല്ല, ശിർക്കിലേക്ക് നയിക്കാവുന്ന ഒരു തെറ്റാണ്. പക്ഷെ ഇസ്തിഗാസ എന്ന് പറയുന്നത് തനി ശിർക്കാണ്. എന്റെ മുഹീദ്ദീൻ ആണ്ടവരെ,
എന്നെ സഹായിക്കണേ എന്ന് നേർക്കുനേരെ വിളിച്ചുള്ള വിളി, അത് ഇസ്തിഗാസ. ഇസ്തിഗാസ ശിർക്കാണ്, തവസ്സുൽ ശിർക്കിലേക്ക് നയിക്കാവുന്ന ഒരു അബദ്ധം നിറഞ്ഞ മാർഗമാണ്. അപ്പൊ പൗരോഹിത്യം പഠിപ്പിച്ചിട്ടുള്ള മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് പടച്ചവനോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമെന്ന ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. അങ്ങനെ ജനങ്ങൾ മഹാന്മാരുടെ മക്ബറകളിലേക്ക് ഒഴുകിയെത്തുകയും അവരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മക്കാം ഷെരീഫുകൾ, മഹാന്മാരുടെ മക്ബറകൾ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട് മുഴുവൻ സഞ്ചരിച്ചാൽ എവിടെ ചെന്നാലും ആണ്ട് നേർച്ചകളുടെ പരസ്യങ്ങളാണ്. ഇത് ആണ്ട് നേർച്ചകളുടെ കാലമാണ്. എല്ലാ കേന്ദ്രങ്ങളിലും, എല്ലാ മക്കാമുകളിലും, മക്ബറകളിലും, ദർഗാ ഷെരീഫുകളിലും ആണ്ട് നേർച്ചകൾ പൂർവാധികം ഭംഗിയോടുകൂടി നടത്തുന്നു എന്ന പോസ്റ്ററുകളും ബാനറുകളും കൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ തെരുവുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ് ഈ മക്ബറയും അല്ലെങ്കിൽ മക്കാം ഷെരീഫുകൾ എന്നൊക്കെ പറയുന്ന ഈ ചിഹ്നങ്ങൾ. അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുക. അങ്ങനെ ജനങ്ങൾ സ്വന്തം കർമ്മങ്ങളെ മറന്നുകൊണ്ട് സ്വന്തം വിശുദ്ധിയെ മുൻനിർത്താതെ മഹാന്മാരിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുവാനും കാര്യങ്ങൾ നേടിയെടുക്കാനും തുടങ്ങി. എന്താണ് ഈ പള്ളിയും മക്ബറകളും തമ്മിലുള്ള വ്യത്യാസമെന്ന് ചോദിച്ചാൽ, ദർഗകളും പള്ളിയും തമ്മിലുള്ള ഒരു മൗലികമായ വ്യത്യാസമുണ്ട്. പള്ളിയിൽ ഒരിക്കലും മോക്ഷവും പുണ്യവും വിൽപ്പനക്ക് വച്ചിട്ടില്ല. ദർഗകളിൽ പുണ്യങ്ങൾ വിൽപ്പനക്ക് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പുണ്യങ്ങൾ വിൽക്കപ്പെടുന്ന കേന്ദ്രങ്ങളാണ് ദർഗകൾ. പല ദർഗകളിലും അല്ലെങ്കിൽ മക്കാം ഷെരീഫുകളിൽ പോയി നോക്കൂ, അവിടെ നിങ്ങൾക്ക് 10 രൂപ കൊടുത്താൽ സൂറത്ത് യാസീനിന്റെ കെട്ട് കിട്ടും. 5 രൂപ കൊടുത്താൽ ഫാത്തിഹയുടെ കെട്ട്, 50 രൂപ കൊടുത്താൽ ഖത്മുൽ ഖുർആനിന്റെ കെട്ട്. ഖത്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഊതിയിട്ടുള്ള കെട്ടാണ്. അഥവാ വ്യത്യസ്ത തരം കെട്ടുകളുണ്ട്. 5 രൂപക്ക് ഫാത്തിഹയുടെ കെട്ട്, 10 രൂപക്ക് യാസീനിന്റെ കെട്ട്. നിങ്ങൾ 10 രൂപ കൊടുത്ത് യാസീനിന്റെ ഒരു കെട്ട് വാങ്ങി നിങ്ങൾ യാസീൻ ഓതിയ പുണ്യമാണ്. യാസീൻ നിങ്ങൾ ഓതണ്ട, നേരത്തെ തന്നെ ഓതി അതിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഊതി. നിങ്ങൾ ഈ കെട്ട് വാങ്ങിച്ച് അഴിച്ചാൽ നിങ്ങൾക്ക് യാസീൻ ഓതിയ പുണ്യം കിട്ടും. ഖത്മുൽ ഖുർആനിന്റെ കെട്ടുണ്ട്, 50 രൂപ കൊടുത്താൽ ഖുർആൻ മുഴുവൻ ഊതിയിട്ടുള്ള കെട്ടുണ്ട്. ആ കെട്ട് വാങ്ങിച്ചഴിച്ചാൽ നിങ്ങൾ 1 മിനിറ്റ് കൊണ്ട് ഖുർആൻ മുഴുവൻ ഓതിയ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ പുണ്യം വിൽപ്പനക്ക് വച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ചെന്ന് നോക്കൂ നിങ്ങൾ. ഖത്മുൽ ഖുർആനിന്റെയും കൽബുൽ ഖുർആൻ യാസീനിന്റെയും ഒക്കെ കെട്ടുകൾ വിൽക്കപ്പെടുന്ന എത്രയോ ദർഗകൾ. കച്ചവടവൽക്കരിക്കപ്പെട്ട ആത്മീയത. മുസ്ലിം സമൂഹം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നതിന്റെ അടയാളങ്ങളാണ്. ഇത് തിരിച്ചറിയുക. ഞാൻ ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞുകയാണ്. കഴിഞ്ഞ വർഷം ചന്ദ്രിക ദിനപത്രത്തിൽ ഒക്ടോബർ 10 ഒരു പരസ്യമുണ്ടായിരുന്നു. എല്ലാ വർഷവുമുണ്ട് ആ പരസ്യം. ആ പരസ്യത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: CM മക്കാം ഷെരീഫിൽ ആണ്ട് നേർച്ച പൂർവാധികം ഭംഗിയോടുകൂടി ഒക്ടോബർ 15 മുതൽ 20 വരെ നടത്തപ്പെടുന്നു. സയ്യിദുകളും സാദാത്തുകളും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. ഇതാണ് പരസ്യത്തിന്റെ തലക്കെട്ട്. ഒക്ടോബർ 10-ാം തീയതിയിലെ പരസ്യമാണ്. CM മക്കാം ഷെരീഫിലെ ആണ്ട് നേർച്ച 12 മുതൽ 20 വരെ നടക്കുന്നു, എല്ലാവരും പങ്കെടുക്കുക. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചന്ദ്രികാ ദിനപത്രത്തിൽ തന്നെ മറ്റൊരു പരസ്യം കണ്ടു. ഒക്ടോബർ 22 മുതൽ 26 വരെ CM സെന്റർ ആണ്ട് നേർച്ചയും ദിക്ർ ഹൽക്കയും പൂർവാധികം ഭംഗിയോടെ നടത്തപ്പെടുന്നു, എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക. അഥവാ ഒരേ കേന്ദ്രത്തെ സംബന്ധിച്ച് ഒരേ വ്യക്തിയുടെ പേരിൽ 2 നേർച്ചകൾ 2 സമയത്ത് നടത്തപ്പെടുകയാണ്. ഈ 2 പരസ്യവും ഒരേ വ്യക്തിയുടെ കേന്ദ്രീകരിച്ചുള്ള പരസ്യങ്ങളാണ്. കേരളത്തിലെ 2 വിഭാഗം സുന്നികൾ മലപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ മത്സരിച്ച് നടത്തുന്ന ആണ്ട് നേർച്ചയാണ്
CM വലിയുല്ലാഹി മക്കാം ഷെരീഫിലെ നേർച്ച എന്ന് പറയുന്നത്. കോഴിക്കോട് നരിക്കുനിക്കടുത്ത് കബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള CM വലിയുല്ലാഹി അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തെ കബറടക്കം ചെയ്ത സ്ഥലമുണ്ട്. അദ്ദേഹത്തിന്റെ കബറ് കെട്ടിപ്പൊക്കി ഒരു വിഭാഗം ആളുകൾ ആ മക്ബറ കേന്ദ്രീകരിച്ച് ആണ്ട് നേർച്ച നടത്തുന്നുണ്ട്. അപ്പൊ അവരുടെ പരസ്യമാണ് ആദ്യം വന്ന പരസ്യം. മക്കാം ഷെരീഫിലെ ആണ്ട് നേർച്ച 15 മുതൽ 20 വരെ നടക്കുന്നു, എല്ലാവരും പൂർവ്വവാദികം ഭംഗിയോടെ പങ്കെടുക്കണം. മറുവിഭാഗമാണ് അവർക്ക് മക്ബറ ലഭിച്ചില്ല, അവർ CM വലിയുല്ലാഹി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഒരു സെന്റർ പണിതു. CM സെന്റർ എന്നാണ് അതിന്റെ പേര്. അവർ ഈ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ആണ്ട് നേർച്ച നടത്തുന്നത്. അവരുടെ പരസ്യമാണ് പിന്നീട് ഒക്ടോബർ 22 മുതൽ 26 വരെയുള്ള ആണ്ട് നേർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം. 2 പരസ്യം ഒരേ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്. രണ്ടിലും നടക്കുന്ന ചടങ്ങുകൾ ഒന്ന് തന്നെ: കൊടിയുയർത്തൽ, മക്കാം സിയാറത്ത്, മൗലിദ് പാരായണം, അന്നദാനം, ദിക്ർ ഹൽക്ക, ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടിലും ഈ പരസ്യമുണ്ട്. പിന്നെ എന്തിനാ ഇത് രണ്ട്? പിന്നെ എന്തിനാണ് ഇത് രണ്ടും ഇങ്ങനെ വ്യത്യസ്തമായി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ ചന്ദ്രികയിലെ പരസ്യത്തിന്റെ അവസാനത്തെ വാചകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ വാചകത്തിൽ ആ ഉത്തരവുണ്ട്. എന്താണ്? കൊടിപ്പണമോ നേർച്ചപ്പണമോ കൊണ്ടുവന്നിട്ടുള്ളവർ ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസിൽ തന്നെ കൃത്യമായി ഏൽപ്പിക്കേണ്ടതാണ്. ഇപ്പോ മനസ്സിലാകുന്നു എന്തിനാണ് ഈ മത്സരിച്ച് നടത്തുന്നത് എന്ന്. മുസ്ലിം സമൂഹം തൗഹീദിൽ നിന്ന് ഇപ്പോഴും വ്യതിചരിച്ചുകൊണ്ട് ആനകളും അമ്പാരിയുമൊക്കെ അണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഉറൂസ് മാമ്പാങ്കുണ്ട്. അതുകൊണ്ട് തൗഹീദിന്റെ പാതയിൽ നിന്ന് വ്യതിചരിച്ചു പോയ സുഹൃത്തുക്കളെ സ്നേഹത്തിന്റെ ഭാഷയിൽ, ഉത്ബോധനത്തിന്റെ ഭാഷയിൽ തിരിച്ചു കൊണ്ടുവരാൻ, തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായി അവരെ പരിവർത്തിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ വിഷയത്തെ കഴിഞ്ഞ 2 ഖുതുബകളിലായി അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വ നസ്തഈനുഹു വ നുഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. اللهم اشف أمراضنا يا شافي الأمراض واشف أمراضنا وأمراض والدينا يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.